Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, Moovattupuzha. Late ആയി പോയി എന്നറിയാം, എങ്കിലും ആദ്യം തന്നെ സോറി പറയണു. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് 2-ൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് എ പാർട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് അവർ ചോദിച്ചിരുന്നത് റൈറ്റ് എ നോട്ട് ഓൺ റിഗ്രഷൻ ലൈൻ എന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. The best fitting straight line drawn on the basis of the principle of least square of a given bivariate data, that is two variable, is known as a regression line. അപ്പം രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ആ ഒരു ബന്ധം കാണിക്കുന്ന ആ ഒരു ലൈനിനെയാണ് നമ്മൾ ആ ബെസ്റ്റ് ഫിറ്റ് ലൈനിനെയാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ എന്ന് വിളിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഇഫ് BXY ഈസ് 1.364 ആൻഡ് BYX ഈസ് 0.613. അപ്പോൾ അതിന് വലിയ പാടൊന്നുമില്ല. പ്ലസ് ഓർ മൈനസ് റൂട്ട് BYX ഇൻറ്റു BXY ചെയ്താൽ മതി. അപ്പോൾ റൂട്ട് 0.613 ഇൻറ്റു 1.364. അപ്പം നമുക്ക് അതിൻ്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ 0.914 എന്ന് കിട്ടും. മറ്റൊരു ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ എന്നായിരുന്നു. ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ ഈസ് ഹെൽപ്ഫുൾ ടു സ്റ്റഡി ദ ഔട്ട്പുട്ട് ഓഫ് ആൻ എക്കോണമി. ഇറ്റ് റിവീൽസ് ചേഞ്ച് ഇൻ വോളിയം ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ കൺസ്യൂംഡ്. നമ്മൾ എത്രത്തോളം സാധനങ്ങൾ ഉപയോഗിക്കുന്നു അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ചിനെയാണ് നമ്മൾ കാണിക്കുന്നത്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി റിലേറ്റഡ് ആയിരുന്നു. എ ബോക്സ് കണ്ടെയ്ൻ 8 ടിക്കറ്റ് ബെയറിംഗ് ദ ഫോളോയിങ് നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 8, 10. One ticket is drawn at random and kept aside. Then second ticket is drawn. Find the probability that both the tickets show even numbers. അപ്പം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ തിയറം തന്നെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അപ്പം നമ്മൾ നോക്കുക, ഫസ്റ്റിലെ നമുക്ക് എത്ര ഈവൻ നമ്പർ ഉണ്ടെന്ന് നിങ്ങൾ നോക്കുക, എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. മൊത്തം 8 നമ്പേഴ്സാണുള്ളത്. അതിൽ ഈവൻ നമ്പർ 2, 4, 6, 8, 10 ആണ്. 5 എണ്ണം ഉണ്ട് അല്ലേ. അപ്പം 5/8 നമ്മുടെ പ്രോബബിലിറ്റി. ദെൻ ഒരു നമ്പർ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ നമ്പർ എത്രയായി മാറി? 7 ആയിട്ട് മാറി. അപ്പോൾ അതിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 4 അല്ലേ ഉള്ളൂ. അപ്പം 5/8 ഇൻറ്റു 4/7, 5/14. ഡിസ്ക്രൈബ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ. Under this method of calculating index number, all index number constructed during the given period are with respect to fixed base year. അപ്പം ബേസ് ഇയർ സെയിം ആയിരിക്കും, അതാണ് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് നമ്പർ. ഫോർമുലയും സിമ്പിളാണ്. കറണ്ട് ഇയർ പ്രൈസ് ഡിവൈഡ് ബൈ ഫിക്സഡ് ബേസ് ഇയർ പ്രൈസ് ഇൻറ്റു 100. ദെൻ വാട്ട് പർപ്പസ് ഈസ് സെർവ്ഡ് ബൈ അനാലിസിസ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസ് കൊണ്ട് എന്താണ് പർപ്പസ്? ദ മെയിൻ പർപ്പസ് ഓഫ് അനാലിസിസ് ഓഫ് ടൈം സീരീസ് ഈസ് ടു ഡിസ്കവർ ആൻഡ് മെഷർ ഓൾ ടൈപ്സ് ഓഫ് വേരിയേഷൻ വിച്ച് ക്യാരക്ടറൈസിക്സ് എ ടൈം സീരീസ്. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ വരുന്ന ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ മാറ്റം കാണിച്ചു തരുന്നതാണ് ശരിക്കും ടൈം സീരീസ്. ദെൻ അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ അഡിക്റ്റീവ് മോഡൽ ഓഫ് ടൈം സീരീസ് അനാലിസിസ്. The various forces which affects the values of a phenomenon is a time series are broadly divided into 4 category. Long term movement അല്ലെങ്കിൽ secular, seasonal, cyclical, random. Okay, addictive model assumes that 4 components are independent of each other. അപ്പോൾ നമുക്ക് 4 components ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? സെക്യുലർ, സീസണൽ, സൈക്ലിക്കൽ, റാൻഡം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന മോഡലാണ് അഡിക്റ്റീവ് മോഡൽ. സിമ്പിളാണ്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Describe impossible event with an example. Impossible event are those events which will not happen. The probability of happening an impossible event is 0. For example, probability of selecting a clever king in red color from a packet of playing cards. അങ്ങനെ ഒരു സാധനം ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, 0 ആണ്. ഇമ്പോസിബിൾ ആണെന്ന് പറയാൻ പറ്റുമോ? അപ്പം എന്താണ് ഇമ്പോസിബിൾ ഇവൻ്റ്? ആർ ദോസ് ഇവൻറ്റ് വിച്ച് വിൽ നോട്ട് ഹാപ്പൻ. ഒരിക്കലും ആവാത്തത്. ഓക്കെ. ഇനി അടുത്തൊരു പ്രോബ്ലം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. From the following table gives the group index number and the corresponding group weight with reference to the cost of living index for a year. Construct overall cost of living for the year. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഇൻഡെക്സ് നമ്പറും ഉണ്ട്, വെയിറ്റും ഉണ്ട്. ഫുഡ്, ക്ലോത്തിങ്, ഫ്യൂവൽ, ഹൗസ് റെൻറ്റ്, മിസ്ലിനസ് ആണ്. അതിന് ഇൻഡെക്സ് നമ്പർ തന്നിട്ടുണ്ട്, വെയിറ്റേജും ഉണ്ട്. അപ്പോൾ നേരെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പറിന് I എന്ന് പേര് കൊടുക്കുന്നു, വെയിറ്റേജിന് W എന്നും കൊടുക്കുന്നു. ദെൻ ജസ്റ്റ് നമ്മുടെ ഐയും ഡബ്ല്യൂയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് IV കിട്ടും, IW കിട്ടും. അപ്പോൾ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്മ IW കിട്ടി. ദെൻ സിഗ്മ IW ഡിവൈഡ് ബൈ സിഗ്മ W എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം 32,264/100 × 100 322.64. 13ാമത്തെ ക്വസ്റ്റ്യനും ഭയങ്കര എളുപ്പമായിരുന്നു. In order to find out the correlation coefficient between two variable x and y from 12 observation, the following calculations are made. സിഗ്മ എക്സ് 30 ആണ്, സിഗ്മ വൈ 5 ആണ്, സിഗ്മ എക്സ് സ്ക്വയർ 670, സിഗ്മ വൈ സ്ക്വയർ 285, സിഗ്മ എക്സ് വൈ 334.
ഓൺ സബ്സിക്വൻറ്റ് വെരിഫിക്കേഷൻ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് പെയർ X11 Y4 കോപ്പിയുടെ റോങ്ലി കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 10ഉം 14ഉം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ആറിനെ സിഗ്മ എക്സ് ഒന്ന് കറക്റ്റ് ചെയ്യണമല്ലോ. സിഗ്മ എക്സ് എന്ന് പറയുമ്പോഴത്തേക്കും തെറ്റായ എക്സ് മാറ്റിയിട്ട് ശരിയായ എക്സ് അങ്ങ് കൂട്ടിയാൽ പോരെ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 30 അല്ലേ, 30ൽ നിന്ന് തെറ്റ് വാല്യൂ ഏതാ 11 കുറച്ചു, ശരിയായ വാല്യൂ 10 കൂട്ടി, അപ്പോൾ 29. സിഗ്മ വൈയും അങ്ങനെ തന്നെ. സിഗ്മ വൈ 5 ആണ്, തെറ്റായ വാല്യൂ 4 കുറച്ചു, ശരിയായ വാല്യൂ 14 കൂട്ടി, അപ്പോൾ സിഗ്മ വൈ 15. സിഗ്മ എക്സ് സ്ക്വയറിലും ആ ഇമ്പാക്റ്റ് വരുമല്ലോ. തെറ്റായ നമ്പറിൻ്റെ സ്ക്വയർ കുറയ്ക്കണം, ശരിയായ നമ്പറിൻ്റെ സ്ക്വയർ കൂട്ടണം. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ 670 ആണ്, അതിൽ നിന്ന് 11ൻ്റെ സ്ക്വയർ കുറയ്ക്കുന്നു, 10ൻ്റെ സ്ക്വയർ കൂട്ടുന്നു, അപ്പോൾ 649. സിഗ്മ വൈ സ്ക്വയറിലും അങ്ങനെ തന്നെ. സിഗ്മ വൈ സ്ക്വയറിൽ നിന്ന് തെറ്റായ നമ്പർ 4 ആയിരുന്നു, അതിൻ്റെ സ്ക്വയർ കുറയ്ക്കുന്നു, ശരിയായ നമ്പർ 14 ആണ്, അതിൻ്റെ സ്ക്വയർ കൂട്ടുന്നു. സിഗ്മ എക്സ് വൈയിലും ആ പ്രശ്നം വരുമല്ലോ. തെറ്റായ നമ്പറുകളുടെ മൾട്ടിപ്ലിക്കേഷൻ കുറയ്ക്കണം, ശരിയായ നമ്പറുകളുടെ ആ മൾട്ടിപ്ലിക്കേഷൻ ആഡ് ചെയ്യണം. അപ്പോൾ 334 നിന്ന് 11 × 14 കുറച്ചിട്ട് 10 × 14 കൂട്ടണം, അപ്പോൾ 430 കിട്ടി. ഇനി നമ്മുടെ ഫോർമുല എന്താ? n × സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് × സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n × സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n × സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 12 ലെറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ n 12. നമുക്ക് കറക്റ്റ് ചെയ്ത് സിഗ്മ വൈ കിട്ടി 430. 12 × 430 മൈനസ് സിഗ്മ എക്സ് 29, പുതിയതാണ് എടുക്കാവുള്ളത്. സിഗ്മ വൈ 15 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n × സിഗ്മ എക്സ് സ്ക്വയർ ആണല്ലോ. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 649 ആണ്. അപ്പോൾ 12 × 649 മൈനസ് സിഗ്മ എക്സ് ദി ഹോൾ സ്ക്വയർ ആണ്. സിഗ്മ എക്സ് 29 ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഇൻറ്റു n വീണ്ടും 12 റൂട്ട് ഓഫ് 12 ഇൻറ്റു എന്താണ് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 465 മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ 15 ആണ്, അപ്പോൾ അതിൻ്റെ സ്ക്വയർ. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് +0.775 എന്ന് കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് സ്കെയിൽ ആൻഡ് ഒറിജിൻ. ദിസ് ക്യാൻ ബി ആൻസർഡ് ഓൺലി ഇഫ് ദ കാൻഡിഡേറ്റ് ഹാസ് സഫിഷ്യൻറ്റ് നോളജ് അബൌട്ട് ദ സ്കെയിൽ ഓഫ് മെഷർമെൻ്റ് എന്നാണ് അന്ന് സ്കീം തന്നിരുന്നത്. ദെയർഫോർ എക്സാമിനേഴ്സ് ആർ അഡ്വൈസബിൾ ടു വാല്യൂ ലിബറലി ഈവൻ ഇഫ് ദ ഐഡിയ ഈസ് നോട്ട് ക്ലിയർ എന്നായിരുന്നു അന്ന് സൊല്യൂഷനിൽ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ ചേഞ്ചിന് സ്കെയിലും ചേഞ്ചിന് ഒറിജിനും ഒക്കെ നമ്മൾ പ്രോബ്ലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പം ഇത് പഠിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിയാലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ചേഞ്ച് ഇൻ സ്കെയിൽ ആണെങ്കിൽ എങ്ങനെ ചെയ്യും, ഒറിജിൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നുള്ള തിയറി എങ്കിലും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആയിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. കോറിലേഷൻ എന്ന് പറയുന്ന ലീനിയർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്, മറ്റേത് എസ്റ്റിമേറ്റ് ആണ്. ഒരു വേരിയബിൾ വെച്ചുകൊണ്ട് മറ്റേ വേരിയബിൾ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഇൻഡിക്കേറ്റ്സ് ദി ഡയറക്ഷൻ ആൻഡ് എക്സ്റ്റെൻറ്റ് കാണിച്ചു തരുമ്പോൾ ഇമ്പാക്റ്റ് ആണ് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇൻ്റർചേഞ്ച് ചെയ്താലും കോറിലേഷൻ നോ ചേഞ്ച് ആണ്, പക്ഷേ ഇവിടെ മാറുന്ന അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾ ആ ഡിഫറൻസ് ഞാനിവിടെ ഇങ്ങനെ ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ട്. കയ്യിൽ ആൻസർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് തിയറിയാണ്, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് പ്രോബ്ലത്തിലേക്ക് മൂവ് ചെയ്യാം. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്രം ദി ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് പ്രൈസ് ഇൻഡെക്സ് അണ്ടർ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് ആൻഡ് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ് മെത്തേഡ് ആയിരുന്നു. കമ്മോഡിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, റൈസ്, വീറ്റ്, ഓയിൽ, പൾസാണ്. പിന്നെ 17ലെയും 18ലെയും പ്രൈസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഐറ്റംസ് ആദ്യം എടുത്ത് എഴുതി. 4 ഐറ്റമാണുള്ളത്, അപ്പോൾ N4 ആണ്. ഏറ്റവും ആദ്യത്തെ വർഷം എന്ന് പറയുന്നത് 17 ആണല്ലോ, അപ്പോൾ അത് P0 എന്ന് കൊടുത്തു. P0 എല്ലാം കൂടെ എടുത്ത് എഴുതി കൂട്ടി, സിഗ്മ P0 കിട്ടി. ദെൻ P1 എല്ലാം കൂടെ എടുത്ത് എഴുതി കൂട്ടി, സിഗ്മ P1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഐ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇപ്പം അവർ പറഞ്ഞേക്കുന്നത് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡും പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ആവറേജും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഐ കാണാൻ P1/P0 × 100 ആണല്ലോ. P1 14 ആണ്, 14/12 × 100, 18/14 × 100, അങ്ങനെ ഓരോന്നും ചെയ്തു. അതിൻ്റെ ടോട്ടലും എടുത്ത് വെച്ചു, 522.74. ഇനി നോർമൽ ഇൻഡെക്സ് നമ്പർ ആണെങ്കിൽ സിഗ്മ P1 ഡിവൈഡ് ബൈ P0 × 100 ചെയ്താൽ മതി. അപ്പോൾ P1 എന്ന് പറയുന്നത് 122 അല്ലേ, 122/91 × 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. ഇനി വെയിറ്റേജ് ഒക്കെ ഇട്ട് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആവറേജ് പ്രൈസ് റിലേഷനിലേക്ക് പോയി കഴിയുമ്പോൾ സിഗ്മ P1 ഡിവൈഡ് ബൈ P0 × 100 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ 522.7 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലേ, സിഗ്മ P1/P0 × 100. അപ്പോൾ 522.7/4 അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 130.68 കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആൻ എൻക്വയറി ഇൻ ടു ദ ബഡ്ജറ്റ് ഓഫ് സർട്ടൻ മിഡിൽ ക്ലാസ് ഫാമിലീസ് ഇൻ എ ടൗൺ ഗേവ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ.
ഹെഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. ഫുഡ്, റെൻറ്റ്, ക്ലോത്തിങ്, ഫ്യൂവൽ, സെൻട്രീസ് ആണ്. പ്രൈസ് നമുക്ക് 2012 ഉണ്ട്, ക്വാണ്ടിറ്റി 2012 ഉണ്ട്. പ്രൈസ് 2016 ഉണ്ട്, ക്വാണ്ടിറ്റി 2016 ഉണ്ട്. അപ്പോൾ ഇവിടെ 2012 നമ്മുടെ ബേസ്, 16 കറണ്ട് ഇയർ. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഓഫ് പ്രൈസ് റിലേറ്റീവ് ബൈ ടേക്കിംഗ് P0Q1 ആസ് വെയിറ്റ് ഓഫ് ദി ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റംസ് മൊത്തം എഴുതി. ഫുഡ്, റെൻറ്റ്, ക്ലോത്തിങ്, ഫ്യൂവൽ, സെൻട്രി. ബേസ് ഇയറിലെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിന് നേരെ തന്നിട്ടുണ്ടല്ലോ. പ്രൈസ് 2012 താഴെ എഴുതി P0. ക്വാണ്ടിറ്റി 2012 Q0, അതും എഴുതി. രണ്ടും ടോട്ടൽ എടുത്തു. സിഗ്മ P0 എടുത്തു, Q0 എടുത്തു. കറണ്ട് ഇയറിലെ പ്രൈസും എഴുതി, ടോട്ടൽ എടുത്തു 240. കറണ്ട് ഇയറിലെ ക്വാണ്ടിറ്റി എഴുതി, ടോട്ടൽ എടുത്തു 100. ഇനി ഐ കിട്ടാൻ P1/P0 × 100 ആണല്ലോ. അപ്പം P1 എന്ന് പറയുന്നത് 90, P0 100 അപ്പം 90/100 × 100, 20/20 × 100 അങ്ങനെ ചെയ്തു. അതിൻ്റെയും ടോട്ടൽ എടുത്തു 488.21. വെയിറ്റ് ആയിട്ട് എടുക്കാൻ പറഞ്ഞേക്കുന്നത് P0Q1 വെയിറ്റ് ആക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്ലൂ തന്നേക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. P0Q1, P0യും Q1 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഏതൊക്കെയാണ്? 100ഉം 25ഉം 20ഉം 20ഉം 70ഉം 30ഉം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെയിറ്റ് കിട്ടി, സിഗ്മ W കിട്ടി. എന്നിട്ട് ഐയും W കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? I × W കിട്ടും അല്ലേ. ഈ 90 × 25,000, 2500, 100 × 40 അങ്ങനെ എല്ലാം കൂട്ടിയാൽ നമുക്ക് 5,22,500 കിട്ടി. അപ്പോൾ സിഗ്മ IW കിട്ടി. ഇനി എന്ത് ചെയ്യുക? വെയിറ്റ് കണ്ടുപിടിച്ചാൽ പോരെ. സിഗ്മ IW ഡിവൈഡ് ബൈ സിഗ്മ W × 100. അപ്പോൾ 5,22,500 ഡിവൈഡ് ബൈ 5,700 × 100, 91.67. 18ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സെമി ആവറേജ് മെത്തേഡ്. അത് ഈസി ടു കാൽക്കുലേറ്റും സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡും നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും, ഡയറക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ രീതിക്ക് ഒരു കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ചു വയ്ക്കുക. അത്യാവശ്യം ഏത് ചോദിച്ചാലും അപ്ലൈ ചെയ്യുക കേട്ടോ. 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്ലൈ ദ മെത്തേഡ് ഓഫ് സെമി ആവറേജസ് ഫോർ ഡിറ്റർമൈനിങ് ദ ട്രെൻഡ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 2 3 4 5 6 7 8 അല്ലേ, 1 2 3 4 5 6 7 8 വർഷത്തെ ഡേറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. 2010 to 18. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇയർ ഇൻക്ലൂഡ് ദ ഗിവൺ സീരീസ് ഈസ് എത്ര വർഷമുണ്ട്? 2010, 11, 12, 13, 14, 15, 16, 17, 18. അപ്പോൾ എത്ര വർഷമായി? 9 വർഷമുണ്ട്. നമ്പർ ഓഫ് ഇയർ ഇൻക്ലൂഡ് ഇൻ ദ ഗിവൺ സീരീസ് ഈസ് ഓഡ്. 9 ഉണ്ട്. ഇഫ് ദ നമ്പർ ഓഫ് ഇയർ ഇൻ ദ ഗിവൺ സീരീസ് ഈസ് ഓഡ്, മിഡിൽ ഇയർ with its data is ignored, then it become a series of even number of year 8 year data. മിഡിൽ ഇയർ ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2010 മുതൽ 13 വരെ എടുക്കുന്നു, 15 മുതൽ 18 വരെ എടുക്കുന്നു. ഈ മിഡിൽ ഇയർ നമ്മളങ്ങ് ഇഗ്നോർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 2010 തൊട്ട് 18 വരെ നമ്മൾ എടുത്തെഴുതി. അതിൽ ഈ 14 അങ്ങ് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നമ്മൾ അതിനെ അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് ആദ്യത്തെ 4 വർഷത്തെ ഫിഗർ 10, 12, 15, 20 എല്ലാം കൂടെ നമ്മൾ കൂട്ടി 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, 14.25. ദെൻ അവസാനത്തെ 4 വർഷത്തെ 25, 24, 28, 34 കൂട്ടി 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 27.75. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഗ്രാഫ് വരയ്ക്കുന്നു. ഓക്കെ, ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വർഷം തന്നേക്കുന്ന 2010 മുതൽ 18 വരെയാണ്. അപ്പം നമ്മൾ 0 മുതൽ 2018 വരെ വരച്ചു. ഇനി സെയിൽസ് നോക്കിയാൽ മനസ്സിലാകും 10, 12 എന്നൊക്കെ. അപ്പോൾ നമുക്കൊരു 5, 10, 15 ഇട്ടങ്ങ് പോവാം, അല്ലെങ്കിൽ 10, 20, 30 ഇട്ടും പോവാം. അപ്പോൾ 5, 10, 15, 20, 25, 30 ഇട്ടു. നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് 14.25 ആണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഈ 4 വർഷത്തെ ഡേറ്റയല്ലേ എടുത്തേ. അപ്പോൾ നിങ്ങൾ ഈ 4 വർഷത്തിൻ്റെ മിഡിൽ എവിടെയാണെന്ന് നോക്കുക. 2011ൻ്റെയും 12ൻ്റെയും ഇടയ്ക്കായിരിക്കില്ലേ ആ മിഡിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 2011ഉം 12ഉം എടുക്കുക, അതിൻ്റെ മിഡിലായിട്ടൊരു പ്ലോട്ട് ഇട്ടു. അതായിരിക്കുമല്ലോ നമ്മുടെ ഈ 14.5. അടുത്തത് 27.5 എന്ന് പറയുമ്പം ഈ 4 വർഷങ്ങളുടെ മിഡിൽ 16നും 17നും ഇടയ്ക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഈ 16ൻ്റെയും 17ൻ്റെയും ഇടയ്ക്കായിട്ട് 27.5ഉം പ്ലോട്ട് ചെയ്തു. എന്നിട്ട് ഈ ലൈൻ അങ്ങോട്ട് കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ട്രെൻഡ് ലൈൻ കിട്ടും. എന്നിട്ട് നമുക്ക് ആ വാല്യൂസ് ഒന്ന് നോക്കാം. ട്രെൻഡ് ലൈൻ വരച്ച് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2010 ഏകദേശം നമുക്ക് 10.5 ആണ്. 2011 നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 13 അടുത്ത് വരും. 2012 വരുമ്പോൾ ഒരു 15 സംതിങ് 16 വരാമെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ദെൻ 2013 വരുമ്പോഴത്തേക്കും അതൊരു 18 അടുത്തായി. അങ്ങനെ നമ്മൾ ഈ ലൈൻ വെച്ച് കണ്ടുപിടിച്ചേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി എസ്സേ ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ ഇടാം. കീപ് വാച്ചിങ്. താങ്ക്